പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ, കുറ്റപത്രം കൊടുത്തില്ല, പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ പ്രതികൾ ഒന്നൊന്നായി ജയിലിലിറങ്ങിയ, എല്ലാം ജയിലിൽ നിന്നിറങ്ങിയാണ്. 3 പേര് ജയിലിൽ നിന്നിറങ്ങിയ. അടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ജയിലിൽ നിന്നിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ CPM നേതാക്കളായ 3 പേരും ജയിലിൽ നിന്നിറങ്ങും. അപ്പൊ ഇവരെ എല്ലാവരെയും ജയിലിൽ നിന്നിറക്കാൻ അന്വേഷണം മരവിപ്പിച്ച് കുറ്റപത്രം കൊടുക്കാതെ, പ്രാഥമികമായ കുറ്റപത്രം കൊടുക്കാതെ SIT അന്വേഷണം നിലച്ചിരിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഇതുവരെ തെളിവുകൾ പലതും കിട്ടിയിട്ടില്ല. പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ തിരുത്തിയാണ് ദ്വാരപാലക ശില്പം കൊണ്ടുപോയത്. ആ തിരുത്തിയ അദ്ദേഹത്തിന്റെ ആ ലെറ്റർ പോലും അതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയത് 3 ദിവസം മുമ്പാണ് നടത്താൻ വേണ്ടി പോയത്. അപ്പൊ എല്ലാം വൈകിക്കുകയാണ്. കാരണം ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല. എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങും എത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് UDF നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നത്.